മുഖ്യമന്ത്രിയായാൽ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതാണ് പിന്നീടുള്ള ആകാംക്ഷ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം UDF പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങളിലും ചർച്ചകളിലും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ പരിഗണിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ യുവ നേതാക്കൾ മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിലേക്ക് വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരുടെ പട്ടികയാണ് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 5 മന്ത്രിമാരെ മുസ്ലിം ലീഗിൽ നിന്ന് ഇത്തവണ ഉണ്ടാകും എന്ന് കരുതുന്നു. 5 മന്ത്രിമാരിൽ കൂടുതൽ ക്ലെയിം അവർ ഉന്നയിക്കുമോ എന്നത് അറിയില്ല. എന്തായാലും 5 മന്ത്രിമാരുടെ സാധ്യതയാണ് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം വേണമെന്നൊരു അവകാശവാദം ഉന്നയിക്കും എന്നതൊക്കെ വാർത്തയായി വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു സീറ്റ് ആയിരിക്കാം നൽകുക. RSPക്കും ഒരു മന്ത്രിസ്ഥാനം എന്തായാലും കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്ന് നമ്മൾ നോക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു 11 മന്ത്രിമാർ, ലീഗിൻ്റെ 5, കേരള കോൺഗ്രസിൻ്റെ 1, RSP 1, CMP 1, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1, ചെറുകക്ഷികൾക്ക് വീതം വെച്ച് നൽകുന്ന ഒരു മന്ത്രിസ്ഥാനം എന്നിങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമാണ്. അതിന് പിന്നാലെയാണ് ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് പാർട്ടി നേതൃത്വങ്ങൾ കടക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് മന്ത്രിമാർ ആരൊക്കെ ആകണം എന്ന തരത്തിലേക്കുള്ള ആലോചനകളിലേക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ തേടുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ 3 പേരുകൾ, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായില്ല എങ്കിൽ പിന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അദ്ദേഹം മത്സര രംഗത്തുണ്ടായിരുന്ന വ്യക്തിയല്ല. രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ VD സതീശന് ഒരു പ്രധാനപ്പെട്ട റോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പ് നൽകുക എന്നൊരു സാധ്യത നിൽക്കുന്നു. മറിച്ചാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കാം. ഒരുപക്ഷെ VD സതീശൻ കടുത്ത തീരുമാനം എന്തെങ്കിലും എടുത്താൽ മാത്രമേ അതിൽ പിന്നീട് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ 2 നേതാക്കളുടെ കാര്യം കഴിഞ്ഞാൽ സണ്ണി ജോസഫിൻ്റെ പേരാണ് സീനിയോറിറ്റി കൊണ്ടും മറ്റും ഒക്കെ മുന്നിൽ വരുന്നത്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. സണ്ണി ജോസഫിനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ, മുൻപ് 2 തവണ മന്ത്രിയായിരുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ അവർ സ്വാഭാവികമായും മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. K മുരളീധരൻ വട്ടിയൂർക്കാവിൽ വളരെ ശക്തമായ മത്സരം അതിനെ അതിജീവിച്ച് എത്തിയിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് K മുരളീധരൻ എത്തുകയാണ്. അപ്പോൾ K മുരളീധരനും ഒരു മുതിർന്ന നേതാവാണ്. തീർച്ചയായും അദ്ദേഹവും മന്ത്രിസഭയിൽ ഉണ്ടാകും. MLA ആകാതെ മന്ത്രിയായി എന്ന ഒരു പേരുദോഷം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് പ്രതീക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യത ഏറ്റവും കൂടുതൽ K മുരളീധരന് തന്നെയാണ്. പിന്നീട് മുൻ സ്പീക്കറും മുൻ ഗതാഗത മന്ത്രിയുമായ N ശക്തനും ഈ സാധ്യതാ പട്ടികയിലുണ്ട്. കൊല്ലത്ത് നിന്ന് PC വിഷ്ണുനാഥ് മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വണ്ടൂർ MLAയും മുൻ മന്ത്രിയുമായിരുന്ന AP അനിൽകുമാറും വിജയിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹവും എന്തായാലും മന്ത്രിയാകും. ഈ മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ അദ്ദേഹമുണ്ട്. ഉറപ്പായും മന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ്. മറ്റ് പരിഗണനകൾ, യുവാക്കളുടെ നല്ല പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്ന പേര് ചാണ്ടി ഉമ്മൻ്റേതാണ്. ചാണ്ടി ഉമ്മൻ 2ാമത് നിയമസഭയിലേക്ക് ജയിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണം പോലും വളരെ മാതൃകാപരമായിരുന്നു. ഫ്ലെക്സ് ഒട്ടിക്കാതെ, പോസ്റ്റർ ഒട്ടിക്കാതെ ഒക്കെ സൈക്കിളിൽ ജനങ്ങളെ കണ്ട് അദ്ദേഹം 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ചാണ്ടി ഉമ്മൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും, യുവമുഖമായി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനും ഒരേസമയം കോട്ടയത്ത് നിന്നുണ്ടാകുമോ, അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടേണ്ടി വരുമോ എന്നത് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരിൽ ഇവർ 2ഉം സാധ്യതാ പട്ടികയിലുണ്ട്. മാത്യു കുഴൽനാടനാണ് യുവമുഖമായി മന്ത്രിസഭയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പേര്. മാത്യു കുഴൽനാടൻ, നമുക്കറിയാം സഭയിൽ കഴിഞ്ഞ 5 വർഷത്തെ സഭാ നടപടികൾ എടുത്താൽ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഭരണപക്ഷത്തിനെതിരെ സഭയിൽ ആഞ്ഞടിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നതിന് തൊട്ടു മുൻപ്, പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് മാത്യു കുഴൽനാടൻ നടത്തിയ വാർത്താസമ്മേളനം നമുക്കറിയാം. അത് ഈ
പ്രളയം ഒരു മനുഷ്യനിർമ്മിതമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തുവിടുന്നു. അത് എല്ലാ മണ്ഡലങ്ങളിലും, പ്രളയം ബാധിച്ച എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലുടനീളം 140 മണ്ഡലങ്ങളിലും അത് ചർച്ചയാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിനെതിരെ, ഭരണപക്ഷത്തിനെതിരെ എപ്പോഴും ശക്തമായ നിലപാട് എടുക്കുകയും സഭയിലും പുറത്തും ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള മാത്യു കുഴൽനാടൻ യുവമുഖമായി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മാത്യു കുഴൽനാടൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് അദ്ദേഹവും മന്ത്രിമാരുടെ സാധ്യതാ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹവും മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൽപ്പറ്റയിൽ 2ാം ടേമിലും അദ്ദേഹം മത്സരിച്ച് MLA ആയി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ടി സിദ്ദിഖിനെയും പരിഗണിക്കേണ്ടി വരും. കായംകുളത്ത് നിന്ന് പ്രതിഭയെ തോൽപ്പിച്ച് എത്തിയ എം ലിജു നമുക്കറിയാം, ദൗർഭാഗ്യം കൊണ്ട് നിയമസഭയിലേക്ക് എത്താൻ പറ്റാതെ പോയ വ്യക്തിയാണ്. എം ലിജുവും സാധ്യതാ പട്ടികയിലുണ്ട്. മുൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ എം ലിജു തീർച്ചയായും ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ എം ലിജുവും മന്ത്രിയായി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എറണാകുളത്ത് നിന്ന് TJ വിനോദ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് TJ വിനോദ്. അതുകൊണ്ട് തന്നെ TJ വിനോദ് മന്ത്രിസഭയുടെ ഭാഗമാകും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ടോണി ചെമ്മണി ഉൾപ്പെടെയുള്ളവരുടെ സാധ്യതകളും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചർച്ചയുടെ പല ഘട്ടത്തിൽ സാമുദായിക സന്തുലിത അവസ്ഥ അതൊക്കെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വേണ്ടി വരുന്നതാണ്. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് സാധ്യതകളാണ്. എം വിൻസെന്റ് ആ രീതിയിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. VT ബൽറാമിന്റെ ഇപ്പോൾ 2 തവണ അദ്ദേഹം ജയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും VT ബൽറാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. MP രാജേഷിന് ശക്തമായ മത്സരത്തിലാണ് അദ്ദേഹം തോൽപ്പിച്ചത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ക്ലെയിം ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇടുക്കിയിൽ നിന്ന് റോയ് കെ പൗലോസിന് സാധ്യതകൾ പറയുന്നു. ബിന്ദുകൃഷ്ണ, കൊല്ലത്ത് നിന്ന് ജയിച്ച ബിന്ദുകൃഷ്ണനെ സംബന്ധിച്ച് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. വനിതാ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബിന്ദുകൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ സാധ്യത ബിന്ദുകൃഷ്ണയ്ക്കാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ സാധ്യതകൾ അതൊക്കെയാണ് എങ്കിൽ ലീഗിൽ നിന്ന് 5 മന്ത്രിമാർ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മന്ത്രിമാർ, അതിൽ കൂടുതൽ നമുക്കറിയാം വലിയ സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് ലീഗ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ 63 പേരെ ജയിപ്പിച്ചെടുത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ എന്നതിൽ തന്നെ ഒതുങ്ങാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഔദ്യോഗിക ചർച്ച ലീഗിൽ ഇതുവരെ ആരൊക്കെ മന്ത്രിമാരാകണം എന്നത് സംബന്ധിച്ച് തുടങ്ങിയിട്ടില്ല. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും അതിൽ നമ്പർ 1 എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നതാണ് ലീഗ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പില്ല. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആരും സ്വപ്നം കാണാത്ത ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും മന്ത്രിസഭയുടെ ഭാഗമാകും. അതിൽ വലിയ റോൾ ഉണ്ടോ എന്നത് മാത്രമാണ് നോക്കിക്കാണേണ്ടത്. PK ബഷീർ, N ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറയ്ക്കൽ അബ്ദുള്ള, MA റസാഖ്, KM ഷാജി എന്നിവരാണ് ഈ ലീഗിൽ നിന്ന് മന്ത്രിമാരാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർ. PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, KM ഷാജി എന്നിവരുടെ പേരുകളാണ് മലപ്പുറത്ത് നിന്ന് പരിഗണിക്കുന്നതിൽ. ഇവരിൽ ഏതെങ്കിലും ഒരാൾക്കാകും മന്ത്രിസ്ഥാനം ലഭിക്കുക. ഒന്നിൽ കൂടുതൽ ആളുകളെയും ഉൾപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. കോഴിക്കോടാണെങ്കിൽ 6 MLA-മാരാണ് ലീഗിനുള്ളത്. അവിടെ നിന്ന് പാറയ്ക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ തുടങ്ങിയവരിൽ ഒരാളെ പരിഗണിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് N ഷംസുദ്ദീൻ ജയിച്ചു വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് N ഷംസുദ്ദീൻ മന്ത്രിസഭയിലേക്ക് എത്തും എന്നത് കരുതുന്നു. എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം നൽകണം എന്ന ഒരു തീരുമാനം ലീഗിൽ ഉണ്ടാവുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് V അബ്ദുൽ ഗഫൂറിന്റെ പേര് പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ ഗഫൂർ ആദ്യമായിട്ടാണ് MLA ആകുന്നത്. പക്ഷേ നമുക്കറിയാം വളരെ ശക്തമായ മത്സരമാണ് കളമശ്ശേരിയിൽ നടന്നത്. മന്ത്രി P രാജീവിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ ഓരോ ജില്ലയ്ക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഭാഗമാകാനുള്ള സാധ്യതയാണുള്ളത്.
മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ചു വന്നിട്ടുള്ള AK അഷ്റഫ് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദവുമായി രംഗത്തുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനും അങ്ങനെ ഒരു ക്ലെയിം ഉണ്ട്. അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്നത് അറിയണം. ലീഗ് എന്തായാലും അത്തരം ഒരു അവകാശവാദം ഉന്നയിക്കില്ല എന്നതായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. ലീഗ് നേതൃയോഗം ഉടൻ ചേർന്നായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മന്ത്രിമാർ ആരൊക്കെ ആകണം എന്നതിനുള്ള കാര്യത്തിലൊക്കെയും ലീഗ് നേതൃയോഗം ചേർന്ന് തീരുമാനമെടുക്കും. സാദിഖ് അലി തങ്ങൾ നേതാക്കളുടെ അഭിപ്രായം അല്ലാതെയും തേടും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും മുന്നണിയിലോ പാർട്ടിയിലോ യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ തീരുമാനമെടുക്കാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ലീഗിൽ നിന്ന് അതാണ് കണ്ടിട്ടുള്ളത്. എല്ലാ കാലത്തും ലീഗ് അത്തരം നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ പട്ടികയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ലീഗിൽ നിന്ന് 5 പേർ, അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനം നൽകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം വേണം എന്ന ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും യുവാക്കളുടെ പ്രാതിനിധ്യവും സ്ത്രീ പ്രാതിനിധ്യവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു മന്ത്രിസഭ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.